ഇതിന്റെ എക്സ്ട്രീം കേസസ് ആണ് നിങ്ങൾ ഇടുക്കി എഞ്ചിനീയറിംഗ് കോളേജിലൊക്കെ കണ്ടത്. 6 പെൺകുട്ടികളുടെ കോപ്പി അടി ഒരു അധ്യാപകൻ പിടിച്ചു. അധ്യാപകൻ റിപ്പോർട്ട് ചെയ്യാൻ പോവാണ്. പെൺകുട്ടികൾ 6 പേരും കൂടെ ചേർന്ന് ഈ അധ്യാപകൻ ഞങ്ങളെ പീഡിപ്പിച്ചു എന്ന് പറഞ്ഞു. 11 വർഷം പുള്ളി കേസ് കിടന്നു. കുറച്ചു കാലം ജയിലിൽ കിടന്നു. അവസാനമാണ് ഇതിന്റെ സത്യം വെളിയിരുന്നത്. ഇതേപോലെ ഫേമസ് ആയ കേസാണ് രാം തിവാരി, ഉത്തർപ്രദേശിൽ. പുള്ളി 7 വർഷം ജയിലിൽ കിടന്നു. അത് കൊറോണ കൂടെ ആയതുകൊണ്ടാണ്. പെൺകുട്ടി മാർക്കിന്റെ കാര്യത്തിലും മറ്റു തർക്കം ഉണ്ടായിരുന്നു. സ്കൂളിലെ തർക്കം, 12ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടി ഇയാൾക്കെതിരെ കേസ് കൊടുത്തു. വളരെ ഫേമസ് ആണ്. ടൈംസ് ഓഫ് ഇന്ത്യ ഒക്കെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഇയാൾ 7 വർഷം ജയിലിൽ കിടന്നു. ഈ പെൺകുട്ടി പരാതി കൊടുത്തത് എന്നെ റേപ്പ് ചെയ്തു, എന്നെ പ്രഗ്നന്റ് ആക്കി, എന്നെ അബോർട്ട് ചെയ്യിച്ചു എന്നാണ്. 7 വർഷത്തിന് ശേഷം കോടതി കണ്ടെത്തി ഈ പെൺകുട്ടി റേപ്ഡ് ആയിരുന്നില്ല, പ്രഗ്നന്റ് ആയിരുന്നില്ല, അബോർട്ടഡും ആയിരുന്നില്ല. സിനിമകളിൽ നിന്നൊക്കെ കിട്ടുന്ന വികലമായ ആശയങ്ങൾ കൊണ്ടാണ് ഇങ്ങനെ എത്രയോ പേരുടെ ജീവിതം പോകും. അതുകൊണ്ട് ഏക റിക്വസ്റ്റ് ആണ്, ഒന്ന് കണക്ക് 53.2% BBC വോട്ട് ചെയ്യുന്നതാണ്. 2 വ്യാപകമായിട്ടുണ്ട്. 3 നമ്മുടെ ഏതെങ്കിലും ഒരു സഹോദരനെങ്കിലും ഇങ്ങനെ ബുദ്ധിമുട്ടുന്നെങ്കിൽ ആ സഹോദരൻ നമ്മളായിരുന്നെങ്കിൽ നമുക്കുള്ള ബുദ്ധിമുട്ട് ആലോചിക്കും. അതുകൊണ്ട് ഇതിൽ ഇനി അതും കൂടെ നാഷണൽ ക്രൈം റെക്കോർഡ്സ് ബ്യൂറോ, ജോയ് സാറും സാദിക്കും പറയുന്നത്, നാഷണൽ ക്രൈം റെക്കോർഡ്സ് ബ്യൂറോ കണക്ക് പ്രകാരം ഓരോ 4.5 മിനിറ്റിലുമാണ് ഒരു പുരുഷൻ ആത്മഹത്യ ചെയ്യുന്നത്. ഓരോ 11 മിനിറ്റിലുമാണ് ഒരു സ്ത്രീ ആത്മഹത്യ ചെയ്യുന്നത്. NCRBയുടെ ഔദ്യോഗിക ഡേറ്റയാണ്, നാഷണൽ ക്രൈം റെക്കോർഡ്സ് ബ്യൂറോ. അതായത് സ്ത്രീകളുടെ ആത്മഹത്യയുടെ ഇരട്ടിയിലധികം ആത്മഹത്യകൾ പുരുഷനാണ്. നമ്മളിപ്പം തുടങ്ങിയിട്ട് ഒരു 15 മിനിറ്റായി. അതിനർത്ഥം ഇന്ത്യയിൽ ഏകദേശം 4ഓളം പുരുഷന്മാർ ഈ സമയത്തിനുള്ളിൽ ആത്മഹത്യ ചെയ്തു. അത്രമാത്രം പുരുഷന്മാരുടെ മെന്റൽ ഹെൽത്തിന് പ്രശ്നമുണ്ട്. അതുകൊണ്ടാണല്ലോ ആത്മഹത്യ ഉണ്ടാകുന്നത്. ഈ 20-25 വയസ്സായ പയ്യന്മാർ ആത്മഹത്യ ചെയ്യുന്നത് അവർക്ക് സപ്പോർട്ട് ഇല്ലാത്തതുകൊണ്ടാണ്. എന്തുകൊണ്ടാണ്? ഒരു നിമിഷത്തേക്ക് നിങ്ങൾ ആലോചിച്ചു, ദീപക് ആത്മഹത്യ ചെയ്തത് എന്തുകൊണ്ടാണ്? തനിക്ക് സമൂഹത്തിൽ നിന്ന് നാണക്കേടുണ്ടാവും, തന്നെ സപ്പോർട്ട് ചെയ്യാൻ ആരും കാണില്ല, തനിക്ക് നീതി തെളിയിക്കാൻ പറ്റില്ല എന്ന് കരുതുന്നുണ്ടല്ലേ. ഇല്ലെങ്കിൽ ഒരാൾ എന്തിനാ ഒരു വളരെ ഫുൾ ഗ്രോണായ ചെറുപ്പക്കാരൻ ചെയ്യും? ഇതിനർത്ഥം സ്ത്രീകൾക്ക് പ്രശ്നമില്ലെന്നല്ല. സ്ത്രീകൾക്ക് ജനുവിനായ ഒരുപാട് പ്രശ്നമുണ്ട്. അവർക്ക് എല്ലാ മുൻഗണനയും പരിഗണനയും കൊടുക്കണം. പക്ഷെ പുരുഷന് അനീതി കൊടുക്കുക എന്നൊരു ആറ്റിറ്റ്യൂഡ് ശരിയല്ല എന്ന് മാത്രമാണ്. അവിടെയാണ് പുരുഷ കമ്മീഷൻ വന്നാൽ, താങ്കൾ നേരത്തെ ചോദിച്ചത് വനിതാ കമ്മീഷൻ എങ്ങനെ പ്രവർത്തിക്കുന്നു, അതേപോലെ പുരുഷ കമ്മീഷൻ പ്രവർത്തിക്കും. വനിതാ കമ്മീഷൻ സ്ത്രീകളുടെ മെന്റൽ ഹെൽത്ത് ക്യാമ്പ് നടത്തുന്നു. പുരുഷ കമ്മീഷൻ പുരുഷന്മാരുടെ മെന്റൽ ഹെൽത്ത് ക്യാമ്പ് നടത്തുന്നു. കണക്കുകൾ വ്യത്യാസമാണ്. പക്ഷെ സ്ത്രീകളെ പുരുഷന്മാരെ കാട്ടി സ്ത്രീകൾ തന്നെയാണ്, സംശയമില്ല. അതുകൊണ്ട് അനീതി കിട്ടുന്ന പുരുഷൻ എന്ത് ചെയ്യണം? അതായത് ഇപ്പൊ നാളെ അങ്ങയ്ക്കോ എനിക്കോ നേരെ ഒരു വ്യാജ പരാതി ഒന്നും ഇരിക്കട്ടെ, സമൂഹത്തിൽ ഒരുപാട് സ്ത്രീകൾ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നുണ്ട്, കുട്ടികൾ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നുണ്ട്. അതുകൊണ്ട് ഞാൻ എന്തിനാ അനീതി നേരിടുന്നത്? അതായത് തെറ്റ് ചെയ്യാത്ത ഒരാൾ ലോകത്തിലെ ഏറ്റവും വലിയ വേദനയിലൊന്ന് നമ്മൾ ചെയ്യാത്ത തെറ്റ് നമ്മളിൽ ആരോപിക്കുമ്പോഴാണ്. അതുവരെ സാർ പറയണ കറക്റ്റാണ്. അതുവരെ അങ്ങ് പറയണ കോടതിയിൽ ഒരു കാര്യം തെളിയാൻ എത്ര വർഷം എടുക്കും? അതുവരെ 3 മാസം പ്രായമുള്ള കുട്ടിയെ വരെ അതൊന്നും ഈ പറഞ്ഞ പോലെ തന്നെ പുരുഷ കമ്മീഷനോ അല്ലെങ്കിൽ ഇല്ലാത്തതിന്റെ കുറവോ വനിതാ കമ്മീഷന്റെ എഫിഷ്യൻസി ഇല്ലാത്തതിന്റെ കുറവൊന്നുമല്ല. ഈ പറയുന്ന ആരോപണങ്ങൾ അത് തെളിയിക്കപ്പെടാനോ അല്ലെങ്കിൽ അത് എന്താ പറയുക വ്യവസ്ഥാപരമായിട്ട് നിരീക്ഷിക്കപ്പെടാനുമുള്ള സമയമാണ് പ്രശ്നം. ആ സമയത്തിന്റെ ഇറഗുലാരിറ്റീസ് ഈ പറഞ്ഞ പോലെ ഇപ്പൊ 13 ദിവസങ്ങളുടെ കേസിൽ ചൈൽഡ് പ്രൊട്ടക്ഷൻ സമിതി ആദ്യം പരിശോധിച്ചാണ്. എന്നിട്ട് പോലും ഈ പറയുന്ന ഇറഗുലാരിറ്റീസ് ആണ് പ്രശ്നം. അവിടെയാണ് സാർ ഒന്ന് ഈ 3 വയസ്സായ കുട്ടിയെ പീഡിപ്പിക്കുന്നതിന് എന്റെയൊക്കെ അഭിപ്രായത്തിൽ അങ്ങനെ റേപ്പിസ്റ്റുകളെ തൂക്കിക്കൊള്ളണമെന്നാണ്. അല്ല, ഏറ്റവും കഠിനമായ ശിക്ഷ, തൂക്കിക്കൊല്ലലോ കഠിനമായ ശിക്ഷയും കൊടുക്കണം. പക്ഷേ അതിനർത്ഥം മറ്റ് യാതൊരു തെറ്റും ചെയ്യാത്തൊരു പുരുഷൻ വേറൊരാണ് ചെയ്യുന്ന ദോഷത്തിന് എന്തിനാ കുറ്റമേറ്റെടുക്കുന്നത്? നമ്മുടെ സിസ്റ്റവും ലോകത്തിലെ എല്ലാ സിസ്റ്റവും എന്താ? പ്രിസംപ്ഷൻ ഓഫ് ഇന്നസെൻസ് അണ്ടിൽ ഗിൽറ്റി. അതാണല്ലോ ലോക നിയമ സംവിധാനത്തിന്റെ അടിസ്ഥാനം എന്ന് പറഞ്ഞാൽ ഒരു വ്യക്തി കുറ്റം തെളിയിക്കപ്പെടുന്നവരെ നിരപരാധിയാണെന്നാണ്. എന്നാൽ ഈ കേസുകൾ സംഭവിക്കുന്നത് നേരെ തിരിച്ചാണ്, പ്രിസംപ്ഷൻ ഓഫ് ഗിൽറ്റ് ആണ്. അതായത് നിങ്ങൾ സാറ് പറഞ്ഞ പോലെ നിങ്ങൾ കോടതിയിൽ നീതി കിട്ടുന്നവരെ നിങ്ങൾ കള്ളനാണ് അല്ലെങ്കിൽ നിങ്ങൾ തെറ്റുകാരനാണെന്നാണ്. അങ്ങനെയല്ല നമ്മുടെ നിയമ സംവിധാനം വർക്ക് ചെയ്യുന്നത്. ശരിക്കും നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷനോ നമ്മുടെ ലോയോ പ്രിസംപ്ഷൻ ഓഫ് ഇന്നസെൻസ് ആണ് ബേസിക്. പക്ഷെ ഈ കേസിൽ വരുമ്പോൾ താങ്കൾ നേരത്തെ ചോദിക്കണ്ടേ സാർ, ഈ ടൈം ഇറഗുലാരിറ്റി പറയുന്നുണ്ട്. അപ്പൊ സാർ ആലോചിക്കേണ്ടതേ ആ മാസങ്ങളിൽ അയാളുടെ ജീവിതത്തിൽ വിട്ടുന്ന കാര്യം